ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കത്തിപ്പടരുന്ന ഒരു വലിയ ചർച്ചയുണ്ട്. സഖ്യകക്ഷികളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണോ കോൺഗ്രസ്? സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയോ? രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വെറും അവസരവാദം മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നത് നമ്മളല്ല, നരേന്ദ്രമോദിയാണ്. കർണാടകയിലെ BJP പ്രവർത്തകരുടെ വൻ സമുദ്രത്തെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നടത്തിയ ആനടിക്കൽ കോൺഗ്രസ് പാളയത്തെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. എന്താണ് കർണാടകയിൽ നടന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പരാന്നഭൂജി എന്ന് അദ്ദേഹം വിളിച്ചത്? ദശാബ്ദങ്ങളായുള്ള സഖ്യകക്ഷിയായ DMKയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് മോദി പറയാൻ കാരണമെന്ത്? ഈ ഗൗരവകരമായ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് നോക്കാം. കർണാടകയിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ 45ാം വാർഷികത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയെ തുറന്നു കാണിക്കുന്ന കൃത്യമായ ഒരു പോസ്റ്റ്മോർട്ടമായിരുന്നു അത്. സ്വന്തമായി നിലനിൽപ്പില്ലാത്ത മറ്റ് പാർട്ടികളുടെ വേരുകളിൽ പറ്റിപ്പിടിച്ച് അവയുടെ ഊർജം വലിച്ചെടുത്ത് വളരുന്ന ഒരു പരാന്നഭൂജി സസ്യത്തോടാണ് അദ്ദേഹം കോൺഗ്രസിനെ ഉപമിച്ചത്. പ്രാദേശിക പാർട്ടികളുടെ തോളിലേറി അധികാരം നേടുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതേ പാർട്ടികളുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ കുടിലതന്ത്രങ്ങളെ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി. പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധപ്പതനത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പ്രധാനമായും എടുത്തു പറഞ്ഞത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. പതിറ്റാണ്ടുകളോളം DMKയെ വിശ്വസ്ത സഖ്യകക്ഷിയായി കൂടെ നിർത്തിയ കോൺഗ്രസ് ഒടുവിൽ അവരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് മോദി ആരോപിക്കുന്നത്. 2014 മുമ്പ് 10 വർഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം നിലനിന്നത് DMKയുടെ ഉറച്ച പിന്തുണ കൊണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിനെ താങ്ങി നിർത്തിയവരോട് ഇന്ന് അവർ കാണിക്കുന്നത് വലിയ നന്ദികേടാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ സ്വന്തം കൂടെയുള്ളവരെ പോലും തള്ളി പറയുന്ന ഈ രീതി കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വെറുമൊരു ആരോപണമല്ല, മറിച്ച് DMKയുമായുള്ള കോൺഗ്രസിന്റെ സമീപകാലത്തെ കൂട്ടുകെട്ട് മുൻനിർത്തിയുള്ള വലിയൊരു സത്യം കൂടിയാണ്. ഈ പരാന്നഭൂജി രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന കൃത്യമായ സൂചനയും പ്രധാനമന്ത്രി നൽകി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്നതിന് പകരം എവിടെയൊക്കെ അധികാരം കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഒരു ശൈലിയാണ് രാഹുൽ ഗാന്ധിയുടേത്. സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് രാഹുൽ നടത്തുന്ന രാഷ്ട്രീയ യാത്രകൾ വെറും പുറമോടി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ തകർച്ച മറച്ചുവെക്കാൻ അദ്ദേഹം പ്രാദേശിക പാർട്ടികളെ ഇരയാക്കുകയാണെന്നും മോദി പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും അധികാരത്തിൽ വേണ്ടി ആരെയും ചതിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വത്തിന് രാജ്യത്തെ നയിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി അടിവരയിട്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ അവസ്ഥയും ഇതിന് വിഭിന്നമല്ല. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടിയാണ് അവിടെയും നടക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള അധികാര വടംവലി കാരണം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സർക്കാരിന്റെ ഭൂരിഭാഗം സമയവും പാഴാകുന്നത് ഗ്രൂപ്പ് പോരുകൾ തീർക്കാനാണ്. ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ കസേര എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരിടത്ത് എങ്ങനെ വികസനം നടക്കും? കർണാടകയിൽ കോൺഗ്രസ് കാണിക്കുന്നത് ജനവിധിയെ അവഹേളിക്കുന്ന നിലപാടാണ്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ നാടകം പ്രധാനമന്ത്രി ഓരോന്നായി അക്കമിട്ട് നിരത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തുറന്നടിക്കൽ കോൺഗ്രസിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. വെറും ആരോപണങ്ങൾ കൊണ്ടും സഖ്യകക്ഷികളെ വഞ്ചിച്ചുകൊണ്ടും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ബംഗളൂരുവിൽ നിന്ന് ഒരു കാവ്യസൂര്യൻ ഉദിച്ചുയർന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം BJPയുടെ വളർച്ചയെയും കോൺഗ്രസിന്റെ തളർച്ചയെയുമാണ് കാണിക്കുന്നത്. രാജ്യത്തുടനീളം BJPക്ക് ലഭിക്കുന്ന ജനപിന്തുണയും വികസന രാഷ്ട്രീയവും കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തെ തകർത്തെറിയുമെന്ന് മോദി വിശ്വസിക്കുന്നുണ്ട്. സഖ്യകക്ഷികളെ ചതിക്കുന്ന ആഭ്യന്തര കലഹങ്ങളിൽ മുഴകുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? പ്രധാനമന്ത്രി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റും ഉയർത്തുമെന്ന് തീർച്ചയാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കോൺഗ്രസ് ഉയർത്തുന്ന ഈ സഖ്യ രാഷ്ട്രീയം എത്രത്തോളം പൊള്ളയാണെന്നാണ്. കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും ഇടതും എങ്ങനെയാണ് ഡൽഹിയിൽ എത്തുമ്പോൾ കൈകോർക്കുന്നത്? ഈ ഇരട്ടത്താപ്പിനെയാണ് പ്രധാനമന്ത്രി കൃത്യമായി ലക്ഷ്യം വെച്ചത്. തമിഴ്നാട്ടിൽ DMKയെ ആശ്രയിച്ച് നിൽക്കുമ്പോഴും അവരുടെ സ്വാധീനം കുറയ്ക്കാൻ കോൺഗ്രസ് അണിയറയിൽ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം മോദി തുറന്നു പറയുമ്പോൾ അത് സഖ്യകക്ഷികൾക്കിടയിൽ പോലും വലിയ സംശയങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. സഖ്യകക്ഷികളെ വളർത്താനല്ല, മറിച്ച് അവരെ ഉപയോഗിച്ച് തങ്ങളുടെ തകർച്ച താൽക്കാലികമായി മറച്ചു പിടിക്കാനാണ് രാഹുൽ ഗാന്ധിയും സംഘവും ശ്രമിക്കുന്നത്.
ഭരണം ലഭിച്ച സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് കാണിക്കുന്നത് വികസന വിരോധമാണെന്ന ആരോപണവും പ്രധാനമന്ത്രി ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിൽ BJP സർക്കാർ കൊണ്ടുവന്ന പല ജനക്ഷേമ പദ്ധതികളും ഇന്ന് നിലച്ചുപോയിരിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനു പകരം ഖജനാവ് കാലിയാക്കുകയും എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മേൽ ചാരുകയും ചെയ്യുന്ന കോൺഗ്രസ് രീതിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭരണപരമായ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വിവേചനമെന്ന കാർഡിറക്കി കോൺഗ്രസ് കളിക്കുന്ന ഈ നേതാക്കളുടെ തന്ത്രം ഇനി ചെലവാകില്ലെന്ന് ഈ സമ്മേളനത്തിലൂടെ മോദി വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ജനങ്ങൾ BJPയെ നെഞ്ചേറ്റുന്നത്? പ്രധാനമന്ത്രി അതിന്റെ ഉത്തരം ലളിതമായി പറഞ്ഞു. BJPക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ശക്തമായ ഒരു നേതൃത്വമുണ്ട്. കോൺഗ്രസിനെ പോലെ തമ്മിലടിക്കാനല്ല, മറിച്ച് രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ബംഗളൂരുവിൽ ഉദിച്ചുവരുന്ന കാവ്യസൂര്യൻ വെറുമൊരു രാഷ്ട്രീയ പ്രതീകമല്ല, മറിച്ച് അഴിമതിയില്ലാത്ത സുതാര്യമായ ഭരണത്തിന്റെ അടയാളമാണ്. ദക്ഷിണേന്ത്യയിൽ BJP അപ്രസക്തമാണെന്ന് പറയുന്നവർക്കുള്ള ശക്തമായ താക്കീതായിരുന്നു കർണാടകയിലെ ആ ജനക്കൂട്ടം. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി മോദി ഉയർത്തിയ ഈ വിമർശനങ്ങൾ കേവലം തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങളായി നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സത്യമുണ്ട്. കോൺഗ്രസ് എന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിന്റെ ആശയപരമായ പാപ്പരത്വമാണ്. സ്വന്തമായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ എതിർക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കർണാടകയിൽ വെച്ച് നടത്തിയ ആ തുറന്നടിക്കൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ള ഒരു താക്കീതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദേശീയ പാർട്ടി നിലനിൽപ്പിനായി പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നത് എത്രത്തോളം ദയനീയമാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നേതൃത്വവും താഴെത്തട്ടിൽ തകർന്നടിഞ്ഞ സംഘടനാ സംവിധാനവുമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ശാപം. വികസനത്തിന്റെ കാര്യത്തിലായാലും ദേശീയ സുരക്ഷയുടെ കാര്യത്തിലായാലും കൃത്യമായ നിലപാടില്ലാത്ത കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ആരുമായി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുകയാണ്. ഇതിനെയാണ് പരാന്നഭോജി രാഷ്ട്രീയം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ അതിജീവനത്തിന് മുൻഗണന നൽകുന്ന ഈ രീതി ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിക്കുന്നു. ഈ കുതിപ്പിന് തടസ്സം നിൽക്കുന്ന വികസന പദ്ധതികളെ അനാവശ്യമായി എതിർക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണോ നിങ്ങൾക്ക് ആവശ്യം? അതോ നാടിന്റെ നന്മയ്ക്കായി സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണോ വേണ്ടത്? കോൺഗ്രസിന്റെ കയ്യിൽ ഇന്ന് ഇതിനൊന്നും ഉത്തരവില്ല. അധികാരം കിട്ടാൻ വേണ്ടി സഖ്യകക്ഷികളെ പുകഴ്ത്തുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഈ ചതിക്കുഴി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം ജനങ്ങൾ BJPയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെ മറ്റൊരു കോണിലൂടെ കൂടി നോക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴാണ് പരാന്നഭോജിയായി മാറുന്നത്? സ്വന്തമായൊരു പ്രത്യായ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണത്. ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നതാണ്. മോദി വിരോധം എന്ന ഏക അജണ്ടയിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് പ്ലാൻ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കോ മറ്റു മുതിർന്ന നേതാക്കൾക്കോ സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി മോദിയുടെ ഈ പ്രസംഗം കേവലം കോൺഗ്രസിനെ മാത്രമല്ല അവരുടെ സഖ്യകക്ഷികളെയും ചിന്തിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്ന് DMK, നാളെ നിങ്ങൾ എന്നൊരു സന്ദേശം ഇതിലൂടെ അദ്ദേഹം മറ്റ് പ്രാദേശിക പാർട്ടികൾക്ക് നൽകുകയാണ്. കോൺഗ്രസിനെ വിശ്വസിച്ച് കൂടെ കൂട്ടിയാൽ അവർ നിങ്ങളുടെ പാർട്ടി അടിത്തറ തന്നെ ഇല്ലാതാക്കുമെന്ന മോദിയുടെ മുന്നറിയിപ്പ് പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെമ്പാടും അലയടിക്കുമെന്നതിൽ സംശയമില്ല. കോൺഗ്രസ് എന്ന പരാന്നഭോജി മരത്തെ വേരോടെ പിഴുതെറിയാൻ ജനങ്ങൾ സജ്ജരായി കഴിഞ്ഞു എന്ന സൂചനയാണ് കർണാടക നൽകുന്നത്. വഞ്ചനയുടെയും അഴിമതിയുടെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വികസനത്തിന്റെ പുതിയൊരു പുലരിയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. മോദിയുടെ ഈ പോരാട്ടം കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമാണോ? വരും കാലം അതിന് ഉത്തരം നൽകും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.